കൊല്ലത്തുകാരുടെ എല്ലാമായ CPM MLA എം മുകേഷിനോട് രാജിവെക്കണ്ട എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ ഉപദേശിച്ചു. മുകേഷ് രാജിവെക്കാൻ വെമ്പി നിൽക്കരുത്. അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ അത്രയും ഹീനവും നീചവും അതുപോലെ തന്നെ കേൾക്കുന്നവർ അമ്പരപ്പൂടി മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതുമായിരുന്നു. ആരും അത് വിശ്വസിച്ചിട്ടില്ല. CPMകാർ പ്രത്യേകിച്ച് വിശ്വസിച്ചിട്ടില്ല. പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുള്ള സഖാക്കൾക്ക് മാത്രമേ ചെറിയൊരു സംശയമുള്ളൂ. മുകേഷ് ഈ പറയുന്ന പോലൊരു വഷളനാണോ, അതോ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ, അതോ എതിരാളികളുടെ കുപ്രചരണ കോലാഹലമാണോ എന്നൊക്കെ. പക്ഷേ ബാക്കി ആർക്കും ഒരു വിശ്വാസമില്ല. സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും പ്രമുഖ നടിയായിരുന്ന സരിത, അവർക്കറിയാം മുകേഷിനെ സംബന്ധിച്ച് ഇത്ര സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ലോകത്തുണ്ടാവില്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളതാണ്. അത് കേട്ട് വിശ്വസിച്ച ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ പ്രശോഭിക്കുന്നത് സഖാവ് വീണ ജോർജ്. വീണ ജോർജ് സഖാവ് ആകുന്നതിന് മുമ്പ് ഇന്ത്യ വിഷൻ ചാനലിൽ ഒരു വാർത്താ അവതാരകയും അഭിമുഖ സംഭാഷണക്കാരിയുമായിരുന്ന കാലത്താണ് ഈ സരിതയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായത്. നമ്മുടെ സോളാർ കേസിലെ സരിതയല്ല കേട്ടോ, പഴയ സിനിമാ നടി സരിത. അപ്പോൾ സരിത പറയുന്നുണ്ട്, മുകേഷ് വളരെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവാണ്. അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ സ്നേഹമാണ്, ഭാര്യയോട് വലിയ സ്നേഹമാണ്. വളരെ സ്നേഹസമ്പന്നനായ സ്നേഹമയനായ ഒരു മനുഷ്യനാണ്, വിശ്വസ്തനായ ഭർത്താവാണ്, സകല സൽഗുണ സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നൊരാളെ നമുക്ക് പറയാമെങ്കിൽ അത് മുകേഷിന് മാത്രമാണ്. ആ ഇൻ്റർവ്യൂ കേട്ടിട്ടാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തോട് വലിയ ബഹുമാനമായത്. അതുവരെ പിണറായി സഖാവിന് ഈ മുകേഷ് ആരെന്നറിയില്ല. അദ്ദേഹത്തിന് ഈ മമ്മൂട്ടിയോട് മാത്രം മതിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുകേഷ് ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി ഇയാൾ CPIക്കാരനാണ്. CPI പശ്ചാത്തലമുള്ള ആളാണ്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ സ്ഥാപകരും KPSCയിലെ പ്രമുഖ നടനുമായിരുന്ന O മാധവൻ്റെ മകനാണ്. O മാധവനും കുടുംബവും പരമ്പരാഗതമായിട്ട് CPIക്കാരാണ്. അപ്പോൾ പിണറായി വിജയൻ ഉടനെ തന്നെ ഒരു ദൂതനെ പറഞ്ഞയച്ചു. മുകേഷിനെ പോലെ മിടുക്കനായ ഒരാളെ CPMന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. CPIക്കാർ വിട്ടുതരുമെങ്കിൽ, അല്ലെങ്കിൽ മുകേഷ് തൻ്റെ ഇഷ്ടപ്രകാരം CPMൽ ചേരുമെങ്കിൽ കൊല്ലത്ത് മത്സരിപ്പിക്കാൻ താല്പര്യപ്പെടും. മുകേഷിന് സത്യത്തിൽ മത്സരിക്കാൻ MLA ആവാനോ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ രവിപ്പിള്ള മുതലാളി നിർബന്ധിച്ചു. മുതലാളിയുടെ ഒരു നിർബന്ധം കൂടി വന്നപ്പോൾ മുകേഷ് എന്നാൽ പിന്നെ ആയിക്കളയാം എന്ന് വിചാരിച്ചു. പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നെയാണവൾ കല്ലല്ലിൽ ഇരുമ്പല്ല എന്ന് പറഞ്ഞ പോലെ മുകേഷ് പിന്നെ തർക്കം പറഞ്ഞില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കൊല്ലത്തുകാരെ ഒന്ന് സേവിച്ച് കളയാം എന്ന് വിചാരിച്ച് ഇലക്ഷൻ മത്സരിച്ചു. കൊല്ലത്തുകാരാണെങ്കിൽ പ്രത്യേകിച്ച് സഖാക്കൾ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. അദ്ദേഹം വിജയിച്ചു, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അങ്ങനെ 5 കൊല്ലം MLA ആയിട്ടിരുന്നു. മുകേഷിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മുകേഷിനെ പോലെ ഒരു MLA കൊല്ലത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. CV പത്മരാജൻ കൊല്ലം മണ്ഡലത്തിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലുണ്ടായിട്ടില്ല. ബേബി ജോൺ, RS ഉണ്ണി, അതുപോലെ CV പത്മരാജൻ. അതിനു മുമ്പ് A റഹീം, നമ്മുടെ AA റഹീമല്ല, കോൺഗ്രസ്സുകാരനായ ഒരു A റഹീമുണ്ട്. A റഹീം, CM സ്റ്റീഫൻ, ഇങ്ങനെയുള്ള വില്ലാളി വീരന്മാരെ കണ്ടിട്ടുള്ള സ്ഥലമാണ് കൊല്ലം. പാർലമെൻറ്റിലേക്കാണെങ്കിൽ ശ്രീകണ്ഠൻ നായർ, പ്രേമേന്ദ്രൻ, ഇങ്ങനെ ഗടാഗടിയന്മാരുണ്ടായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ മുകേഷിനെ പോലെ ഇത്ര സിമ്പിളായിട്ടുള്ള, ഹമ്പിളായിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള ഒരു MLA, ഒരു ജനപ്രതിനിധിയെ കൊല്ലത്തുകാർ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എല്ലാവരുടെയും ഹൃദയം കവർന്ന ഒരു MLA ആണ് മുകേഷ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് ഒരു കൈ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൽ മുകേഷിന് അത്ര തന്നെ ശോഭിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഖാവ് തോറ്റുപോയി. അങ്ങനെ തോറ്റുമെന്ന് കരുതിയിട്ട് കൊല്ലത്തുകാരുടെ ഹൃദയത്തിൽ നിന്ന് മുകേഷ് കുടിയിറങ്ങിയെന്നൊന്നും അർത്ഥമില്ല. മുകേഷ് ഇപ്പോഴും ഉണ്ട്. മുകേഷിൻ്റെ ജനപ്രീതിക്ക് യാതൊരു കുറവില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായതിനു ശേഷം ചില സ്ത്രീകൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളോ അതൊന്നും മുകേഷിനെ ബാധിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കൂടിയിട്ടുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ജനഹിത പരിശോധന നടത്തി നോക്കട്ടെ. കൊല്ലം മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷ ആളുകൾ, 99% ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, മുകേഷ് അണ്ണന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ മുകേഷ് ഇനി മത്സരിപ്പിച്ചാലും ജയിക്കും. അതേ രാജിവെക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഗോവിന്ദൻ മാഷ് കുറിച്ച് വേണ്ട, അറ്റിലേക്ക് അച്യുത ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിലക്കാണ് ചെയ്തത്. അങ്ങനെ മുകേഷ് ആറ്റിലേക്ക് ചാടിയില്ല. അത് രാജിവെച്ചില്ല. രാജിവെച്ചാൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വരും. അത് ഖജനാവിലേക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. മാത്രമല്ല സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഇങ്ങനൊരു ഘട്ടത്തിൽ സഖാവ് മുകേഷ് MLA സ്ഥാനം രാജിവെച്ച് കൊല്ലത്ത് അനാവശ്യമായൊരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയെന്ന് വെച്ചാൽ അത് കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ദുർവഹമായ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട്.
അതുകൊണ്ട് മുകേഷിൻ്റെ അടുത്ത് രാജിവെക്കണ്ട എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുകയാണ്. മാഷ് പിന്നെ സൈദ്ധാന്തികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പല ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം നിങ്ങൾ അവിടെ വച്ചിട്ട് ഇത് കാണൽ നിർത്തി ഇത് ഓഫ് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഗോവിന്ദൻ മാഷ് തനത് ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സംശയമുള്ളവർ താല്പര്യമുള്ളവർ അത് നോക്കിക്കോ. ബാക്കിയുള്ളവർ വേണമെങ്കിൽ ദേശാഭിമാനി പത്രം വായിച്ചും മനസ്സിലാക്കിക്കോ. ഒരു വിരോധമില്ല. ഏതായാലും മുകേഷ് കേരള നിയമസഭയിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നവരും ഉണ്ടാകും. അദ്ദേഹം നല്ലൊരു സാമാജികനായി, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനായി, തലയെടുപ്പുള്ള ഒരു പൊതുപ്രവർത്തകനായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതാക വാഹകനായിട്ട് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ തുടരണം. അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കണം. പാർട്ടി ഇപ്പോൾ 2 തവണ എന്നുള്ളൊരു പരിധി കൂടുന്നുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി മാറ്റാവുന്നതാണ്. മുകേഷിനെ പോലെ പ്രതിഭാശാലിയായ ഒരാൾക്ക് കൊല്ലത്ത് ഒരവസരം കൂടി കൊടുക്കണം. ഒരവസരമല്ല, ഇനി ഒരുപാട് അവസരങ്ങൾ കൊടുക്കണം. അദ്ദേഹം കേരള നിയമസഭയുടെ മുത്തായിട്ടും സത്തായിട്ടും എല്ലാമായിട്ടും മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. ലാൽ സലാം ധീരസഖാവി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.